എൻ്റെ പേര് അച്ചമ്മ. എൻ്റെ വീട് മൂക്കൻതോട്ടത്തിൽ പാറപ്പള്ളി. ഞങ്ങള് സ്കൂളിൽ പഠിച്ചത് ഭരണങ്ങാനത്ത് നമ്മുടെ സ്കൂൾ വരെ ഉണ്ടായിരുന്നുള്ള ഔദ്യ പഠിച്ചത്. എനിക്ക് 5 വയസ്സുള്ളപ്പം എൻ്റെ മൂത്ത ചേച്ചി ഭരണങ്ങാനം മഠത്തിൽ ചേർന്നു. അന്ന് മുതൽ ഇങ്ങനെ ഭരണങ്ങാനം മഠത്തിലെ നിത്യവും പൊയ്ക്കൊണ്ടിരുന്നതാണ്. പിന്നെ ഞങ്ങള് അവിടെ പഠിക്കാൻ തുടങ്ങിയപ്പം മഠത്തിൽ കൊണ്ടുപോയി മൂത്ത ചേച്ചിക്ക് പാല് കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു. അപ്പോൾ പാല് കൊണ്ടുപോയി കൊടുക്കുന്ന അൽഫോൻസാമ്മയുടെ മുറിയുടെ തൊട്ടിപ്പുറേ ഒരു ജനലെ വെച്ചിട്ട് പോരും. അപ്പോൾ ആ ജനലെല്ലാം ക്രാസ് ഇട്ടുകൊണ്ട് പുറത്തൊന്നും വെക്കത്തില്ല, പക്ഷെ പുറത്തൊന്നും വെക്കാമായിരുന്നു. ഞങ്ങൾ ചെല്ലുമ്പം മിക്കവാറും ദിവസം പുള്ളിക്ക് തീരെ ഇച്ചിരി ആരോഗ്യം ഉണ്ടെങ്കിൽ അവിടെ ജനലിങ്ക നോക്കി നിൽക്കും. എന്നിട്ട് ഞങ്ങളോട് എന്നതിലൊക്കെ ചോദിക്കും. മേഴ്സിമ്മ എന്നാണ് എൻ്റെ മൂത്ത ചേച്ചിയുടെ പേര്. മേഴ്സിമ്മയോട് എന്നാ പറയണം എന്ന് ചോദിക്കും. വീട്ടിൽ എന്നാ ഉണ്ട് വിശേഷം, അങ്ങനെയൊക്കെ. അങ്ങനെ പാല് കൊണ്ടുപോയി വെച്ചിട്ട് പോരും. പിന്നെ സ്കൂള് വിട്ട് കഴിയുമ്പം വന്ന് ആ ബോട്ടിലെടുത്തോണ്ട് പോരും. അങ്ങനെ ദിവസവും അൽഫോൻസാമ്മയെ കാണും. ഞങ്ങൾ കൊച്ചു പിള്ളേരായതുകൊണ്ട് ഈ 4ാം ക്ലാസ് കഴിഞ്ഞ് അവിടെ പ്രിപ്പറേറ്ററി ക്ലാസ് എന്ന് പറയുന്ന അങ്ങനെയായിരുന്നു അന്ന്. 4 ക്ലാസ് കഴിയുമ്പം ഇന്നത്തെ പോലെ 5, 6 അത് മലയാളം സ്കൂളിലായിരുന്നു. അപ്പം സ്കൂളിൽ ചെന്നിട്ട് തിരിച്ചു വരുമ്പം ഈ കുപ്പി എടുത്തോണ്ട് പോരും. പിന്നെ ഇടയ്ക്കൊക്കെ ചേച്ചിമാരോ വീട്ടിൽ നിന്ന് അമ്മയോ അങ്ങനെയൊക്കെ ഉള്ളവർ മഠത്തിൽ പോകുമ്പോൾ ഞങ്ങൾ അന്നേരവും പോകും. അന്നേരം ഇങ്ങനെ അൽഫോൻസാമ്മയുടെ മുറിക്കടയെല്ലാം കയറി ഇറങ്ങി. എന്നെക്കാളും കൂടുതൽ അൽഫോൻസാമ്മയുടെ അടുത്ത് പോയി ഇരുന്ന് മഠത്തിൽ ചെന്ന എൻ്റെ അനിയത്തിയായിരുന്നു. പുള്ളി ഇപ്പം സൈലേഷൻ ഗവൺമെൻറ്റിൽ റിട്ടയർമെൻറ്റിൽ എന്ന് പറയാം, അങ്ങനെ ഇരിക്കുന്നു. പുള്ളിക്കാരി എപ്പോഴും ആ കട്ടിലെ ചാരി അവിടെ നിന്ന് അൽഫോൻസാമ്മയുടെ കഥയൊക്കെ കേൾക്കും. പിന്നെ ഞങ്ങളുടെ അനുഭവങ്ങൾ പറയുവാണെങ്കിൽ, എനിക്ക് 10 വയസ്സുള്ളപ്പം എൻ്റെ അപ്പൻ മരിച്ചു, തോമസ് മൂക്കൻതോട്ടം. അന്ന് എനിക്ക് 10 വയസ്സ്. എൻ്റെ നേരെ മൂത്ത ആങ്ങള 12 വയസ്സ്. പുള്ളിക്കാരന് സെമിനാരിയിൽ ചേർന്ന് വൈദികനായി SFO സെമിനാരിയിലായിരുന്നു. ഒരു 3 വർഷം മുമ്പ് ബാംഗ്ലൂർ വെച്ച് മരിച്ചു. പുള്ളിക്കാരനും ഇങ്ങനെ ഞാൻ സ്കൂളിൽ പോകാത്തപ്പോൾ, അല്ലെ ഞങ്ങളുടെ സ്കൂളിൽ ക്ലാസ് ഇല്ലാത്തപ്പം പുള്ളിക്കാരൻ പാല് കൊണ്ടുപോയി വെക്കുമായിരുന്നു. അപ്പം അങ്ങനെ ഇരുന്നപ്പോഴാണ് അപ്പനിങ്ങനെ അസുഖം വന്നു. അപ്പം മഠത്തിലെന്നും പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ മൂത്ത ചേച്ചി ജൂനിയർ സിസ്റ്ററായിരുന്നു. അന്നിങ്ങനെ ക്ലാരം മഠംകാർക്കൊന്നും വീട്ടിൽ പോകാനോ ആരെയും കാണാനോ ഒന്നും അനുവാദമില്ല. അസുഖമായിട്ട് കിടന്നപ്പോഴും വരാനൊന്നും പറ്റിയില്ലായിരുന്നു. എന്നിട്ട് മഠത്തിലെ ആരാധന 13 മണി ആരാധന, പിന്നെ നൊവേന, അതെല്ലാം നടക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഒരു ദിവസം അന്നത്തെ മദർ ഉർശിലാമ്മയായിരുന്നു. ഉർശിലാമ്മ അൽഫോൻസാമ്മയോട് പറഞ്ഞു, അൽഫോൻസാ പ്രാർത്ഥിക്കുന്നില്ലേ? ആ മനുഷ്യൻ ഒട്ടും കുറവില്ലല്ലോ, കൊച്ചുപിള്ളേരും ഒക്കെ ഉള്ളതല്ലേ എന്ന് പറഞ്ഞു. അന്നേരം നാളെ പറയാം മദറെ, ഞാൻ എന്നും പ്രാർത്ഥിക്കുന്നുണ്ട്, നാളെ പറയാമെന്ന് പറഞ്ഞു. രാവിലെ ഉർശിലാമ്മ വന്ന് മുറിയിൽ ചെന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു, ആ മനുഷ്യൻ മരിക്കണമെന്നുള്ളത് ദൈവതിരുമനസ്സാണ്, അതിന് മാറ്റമില്ല, നമുക്ക് ഇനി നല്ല മരണത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞു. അതിൻ്റെ 3-ാം ദിവസം ഞങ്ങളുടെ അപ്പൻ മരിച്ചു. ചെല്ലുമ്പോഴൊക്കെ പുള്ളിക്കാരത്തിടയിൽ ഒരു കാശ് രൂപയോ, പിന്നെ അന്ന് ഈ കശുവെന്തിങ്ങൊന്നും പറഞ്ഞ് പിള്ളേർക്ക് കൊടുക്കുന്ന കുഞ്ഞു വെന്തിങ്ങ ഉണ്ട്, അങ്ങനത്തെ വെന്തിങ്ങും, പിന്നെ വല്ല ചാമ്പങ്ങായോ മാവിൻ്റെ ചോട്ടിൽ നിന്ന് മാങ്ങ വീഴുന്നതൊക്കെ എടുത്ത് വെക്കും. അന്ന് അതൊക്കെ കിട്ടുന്ന വലിയ കാര്യമായിരുന്നു. അതൊക്കെ ഞങ്ങൾക്ക് തരും. പിന്നെ അൽഫോൻസാമ്മ അതിപ്പം എന്നെ ഒരു
ദൈവീക സൗന്ദര്യം എന്ന് പറയാം. മുഖത്ത് നോക്കിയാൽ അത്ര സുന്ദരിയായിരുന്നു. എന്തായാലും അസുഖമാണേലും ആ അസുഖത്തിൻ്റെതായ ഒരു ഇതും നമുക്ക് കണ്ടാൽ തോന്നുകയില്ല. എപ്പോഴും ഒരു പുഞ്ചിരിയായിട്ട് നടക്കും. അന്ന് ഈ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്നും ഇല്ല മഠത്തിൽ. ഞങ്ങളുടെ വേങ്ങപ്പാറയിലെ ആ സ്കൂളിൻ്റെ താഴെയായിട്ടൊരു വലിയ പിന്നെ ടോയ്ലറ്റ് ഉണ്ട്. കയ്യെ പിടിച്ച് സിസ്റ്റേഴ്സ് കയ്യെ കൊണ്ടുപോകുമ്പോൾ ഞങ്ങൾക്ക് സ്കൂളിൽ ഇൻ്റർവെല്ലിൻ്റെ സമയമൊക്കെയാണ്. അവിടെ നോക്കിയാൽ കാണാം. അന്ന് തന്നെ ഞങ്ങൾക്ക് തോന്നി ഒരു പുണ്യപ്പെട്ട സിസ്റ്ററാണെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. ഇപ്പോൾ പിള്ളേരെല്ലാം കൂടെ പറയും, പുണ്യാളത്തി അമ്മ പോകുന്നു എന്നും പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ നോക്കി നിൽക്കുമായിരുന്നു. പിന്നത്തെ ഓർമ്മ എന്നാന്ന് വെച്ചാൽ